நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തൊക്കെയാണോ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇതൊക്കെ എന്റെ ജീവിതം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാവും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ നാളത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടല്ലേ കിടക്കാറുള്ളത്. പക്ഷേ നാളെ എന്നൊരു ദിവസം നമുക്ക് മുന്നിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതൊന്നും ആന്റി ഓർക്കാറില്ല മോളെ. ഒരുപാട് പ്രതീക്ഷകളോടെ മകളെ വളർത്തിയ ഒരച്ഛന്റെ മോള ഞാനും. നല്ല ചിട്ടയോടും അച്ചടക്കത്തോടും മര്യാദയോടും തന്നെയാ എന്നെ അച്ഛൻ വളർത്തിയത്. എന്നിട്ടും ഒടുവിൽ ഞാൻ അച്ഛനെ ചതിച്ചപ്പോ ഒരിക്കലും സക്സസ് ആവാത്ത ഒരു പ്രണയത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോയില്ലേ? അവിടെ തകർന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമല്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആന്റി. ഒരു പ്രായത്തിൽ ബുദ്ധി തീരെയില്ലാത്ത സമയത്ത് പലർക്കും പറ്റാറുള്ള ഒരു അബദ്ധമാ. അതാണ് ആന്റിക്കും സംഭവിച്ചത്. പക്ഷേ ആന്റിക്ക് അവിടെ ഒരു കാര്യം ചെയ്യായിരുന്നു. നോ പറയേണ്ടടുത്ത് നോ പറയായിരുന്നു. അതെ മോളെ, അന്ന് എന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം വിശ്വാസമായിരുന്നു എനിക്ക് നന്ദേട്ടന്. പക്ഷെ സാഹചര്യം രണ്ടുപേരുടെയും ജീവിതം മാറ്റിമറിച്ചു. ഇന്നും ചതിയിൽ വീഴുന്ന ധാരാളം പേരുണ്ട് ആന്റി. അതൊക്കെ ഓരോരുത്തരുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കുന്നെന്ന് ഞാൻ പറയും. എന്തായാലും പൂജേച്ചി അർജുനേട്ടനും ആന്റിക്കൊപ്പുള്ളത് കൊണ്ട് ആന്റി ധൈര്യമായിട്ടിരിക്കും. ഈ ഭൂമിയിൽ സന്തോഷത്തോടെ തന്നെ ആന്റിയും ജീവിക്കും. എന്റെ മകളോടൊപ്പം തന്നെ എനിക്ക് ജീവിക്കണം മോളെ. ഇട്ടുമൂടാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട്. അതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആഗ്രഹമില്ല. അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും. പക്ഷെ എന്നെ എന്റെ മോളെ ജീവിക്കാൻ അനുവദിക്കണം. ആന്റി ധൈര്യമായിട്ടിരിക്കും. എല്ലാം കാണുന്ന ഒരു ശക്തി മുകളിലുണ്ട് ആന്റി. ഇനി ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും അവസാനം സത്യം മാത്രമേ ജയിക്കൂ. മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ. സത്യം ജയിക്കണമെന്ന് ആഗ്രഹമേ ഈ ആന്റിക്കുള്ളൂ. എന്തായാലും ആദ്യമേ ഞാനൊരു മുന്നറിയിപ്പ് ആന്റിക്ക് തരാം. ആന്റി ഈ വീട്ടിലുണ്ടെന്ന സത്യം അച്ഛൻ അറിയുന്ന നിമിഷം ഉറപ്പായിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതുകൊണ്ട് ആന്റി പേടിക്കാതിരുന്നാ മതി. എല്ലാ സത്യവും എല്ലാ കാലത്തും മൂടിവെക്കാൻ പറ്റില്ലല്ലോ മോളെ. അതെന്നായാലും മറന്നേക്ക് പുറത്തു വരും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും അതാണല്ലോ. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. ഞാൻ കാരണം പൂജമോളും അർജുൻ മോനും ഇവിടെ ഉള്ളവരുടെ ശത്രുക്കളാവരുത്. ഒരിക്കലും ഇല്ല ആന്റി. പൂജേച്ചി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായത്. അതും പൂജേച്ചിയുടെ ക്ഷമയും സഹകരണവും കൊണ്ട്. ഇന്ന് പൂജേച്ചിക്ക് ഈ വീട്ടിൽ എല്ലാവരുടെയും മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അതൊരിക്കലും ഇനി മാറാനും പോകുന്നില്ല. മോക്കും പൂജമോളെ പോലൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു മുൻപരിചയം ഇല്ലാത്ത എനിക്ക് വേണ്ടി ബെഡ് വിരിക്കുന്നതും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും. ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമല്ല ആന്റി. നാളെ നമുക്ക് വേണ്ടി ആരാണ് ഒരു സഹായം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കൊരു മോളുണ്ട്. ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും അവൾ എനിക്ക് എടുത്തു തന്നിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഒരു മുൻജന്മ ബന്ധം പോലെ മോൾ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ആര് കാണാൻ ആന്റി നമ്മളൊക്കെ ഈ വേർതിരിവ് കാണിക്കുന്നത്? ഒന്ന് വീണുപോയാൽ തീർന്നില്ലേ എല്ലാം. ആന്റി കിടക്ക, രാവിലെ കാണാം. ശരി മോളെ.
അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് ചേട്ടാ അഞ്ജനാമ്മയെ ഞങ്ങൾ കണ്ടത്. അപ്പൊ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അഞ്ജനാമ്മയും കൂട്ടി ഞാൻ അവിടേക്ക് പോയത്. പക്ഷെ അച്ഛമ്മ ഇങ്ങനെ പ്രതികരിക്കുന്ന ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. അഞ്ജനാന്റിയെ പിന്നെ അച്ഛമ്മ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് താൻ കരുതിയോ? എടോ, അച്ഛമ്മയുടെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രുവാ അഞ്ജനാന്റി. അല്ല, എനിക്കതല്ല അതിശയം. മധുവാന്റിയും തന്നോടൊപ്പം നിന്നതില്ല. എല്ലാവരുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ടാ ചേട്ടാ. അതൊന്ന് പുറത്തു വരാനാ പ്രയാസം. മധുവാന്റിയുടെ സ്വഭാവം ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ, ഏതായാലും നിങ്ങൾ രണ്ടാളും ചേർന്ന് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അഞ്ജനാന്റി ഇനി ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെയുള്ളവരുടെ പെരുമാറ്റം പോലെ ഇരിക്കുവോ ചേട്ടാ, പ്രത്യേകിച്ചും അച്ഛൻ്റെ അമ്മയുടെ. അച്ഛനും അമ്മയൊക്കെ പറയുന്നതിന് പിന്നിൽ അച്ഛമ്മയോടുള്ള പേടിയാണ് കാരണം. അല്ലാതെ ആന്റിയോട് അവർക്ക് ദേഷ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. മനസ്സിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. താനൊന്ന് സമാധാനിക്ക് പൂജ. എല്ലാത്തിനും പിന്നിൽ ഒരിക്കലും ആ കമ്മീഷണർ ആവില്ല. അത് പ്രിയ തന്നെയാ. കാരണം ഇതുവരെയുള്ള എല്ലാ തെളിവുകളും അവൾക്കെതിരാ. വസന്തനങ്ങൾ പ്രിയയുടെ പിന്നാലെ കൂടിയതുകൊണ്ടല്ലേ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നത്. ഇനി അറിയേണ്ടത് പ്രിയയെ ആരൊക്കെയാണ് കാണാൻ പോയതെന്നാ. വസന്തനങ്ങൾ ആ ആളുടെ ഫോട്ടോ എടുത്തതല്ലേ, അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതെ. എന്തായാലും ഇനി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനം ഉണ്ടാവും. തന്നെ അവിടെ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോ അമ്മയും ആകെ തളർന്നുപോയി. അതാണ് അമ്മയ്ക്ക് പേടി. അഞ്ജനാമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാവണോ ചേട്ടാ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാൻ പൂജ. എങ്ങനെയെങ്കിലും അച്ഛമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അത് പെട്ടെന്നൊന്നും നടക്കില്ല ചേട്ടാ. അച്ഛമ്മയ്ക്ക് അഞ്ജനാമ്മയുടെ അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അച്ഛമ്മയെ അരുണിമേന്റി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. അയ്യോ മോളു, ആ ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ മോളെക്കാളും ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരമ്മയുടെ വേദന. ഒടുവിൽ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് അഞ്ജനാമ്മയെ വിശ്വസിപ്പിച്ച് വേറെ കല്യാണം കഴിപ്പിച്ചു. എന്തൊരു ചതിയാ. പിന്നീടുള്ള കാലം ഇതുപോലെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പൂജ? എന്നാലും ഇത് വല്ലാത്തൊരു വിധി തന്നെയാ ചേട്ടാ. ഇപ്പൊ ആ അമ്മ മനസ്സ് എത്രമാത്രം വേദനിക്കായിരിക്കും. ആദ്യമായി ജന്മം കൊടുത്ത മകള് അനാഥയായി എവിടെയോ വളരുന്നു. പിന്നീടുണ്ടായ 2 മക്കളും അമ്മയെ ശത്രുവിനെ പോലെ കാണുന്നു. സ്വത്തിനു വേണ്ടി എന്തിനും തയ്യാറാവുന്നു. പണത്തിന്റെ ശക്തി തന്നെ അതാണ് പൂജ. അവിടെ സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒന്നും യാതൊരു സ്ഥാനവുമില്ല. പണത്തിനു വേണ്ടി ആരെയും കൊല്ലാനും തല്ലാനും തയ്യാറാവും. ഞാനിതുപോലെ എത്രയോ പേരെ കോടതിയിൽ കണ്ടിരിക്കുന്നു. 90% സ്വത്തും അഞ്ജനാമ്മയുടെ പേരിലായതുകൊണ്ട് പെട്ടെന്നൊന്നും അഞ്ജനാമ്മയെ അപകടപ്പെടുത്തില്ല. എന്നാലും സൂക്ഷിക്കണം. ഇവിടെ ചിലർക്ക് വാശി ഉണ്ടാവും പൂജ. സമ്പത്തൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, വാശിയുടെയും ദേഷ്യത്തിന്റെയും പുറത്ത് എന്തും ചെയ്യാൻ മടിക്കില്ല. എന്തായാലും നാളെ ആവട്ടെ, ആന്റിയോട് നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കണം. മാധുരി, കുറെ നേരമായില്ലേ ഈ നടപ്പ് തുടങ്ങിയിട്ട്? വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എങ്ങനെ ഉറങ്ങും ആനന്ദേട്ടാ? ഉറങ്ങണമെങ്കിൽ മനസ്സിനൊരു സമാധാനം വേണ്ടേ? ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാ മതി. എന്റെ നെഞ്ചിടിപ്പ് ആനന്ദേട്ടനും കേൾക്കാം. എല്ലാരും കൂടി തീരുമാനിച്ചിട്ടാണല്ലോ അഞ്ജന ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ കയ്യും കാലും ഇട്ടടിച്ചിട്ട് കാര്യമില്ല. അമ്മയൊന്നും അറിഞ്ഞിട്ട് എല്ലാം ഒന്ന് അവസാനിപ്പിച്ച പിന്നെ സമാധാനായി. അമ്മ ഒന്നും അറിയാതെ കഴിയുന്നിടത്തോളം എനിക്ക് ഉറക്കം വരില്ല. നേരത്തെ ഞാൻ ആലോചിച്ചതാ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചാലോ എന്ന്. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു കിട്ടുമല്ലോ.
അഞ്ജന ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അർജുൻ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ എനിക്ക് അനുകൂലമായ നിലപാട് വന്നതാ. പക്ഷേ അഞ്ജന ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എനിക്ക് ഞാൻ സ്വപ്നം കാണുന്നതാണെന്ന് പോലും സംശയമുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? അമ്മ അറിയണം അല്ലേ?